10ാം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ഈ പാഠഭാഗം അവസാനിച്ചു. അത് കഴിഞ്ഞ പീരീഡ് തന്നെ. ഇനി നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 10 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും പരിചയപ്പെടാം. തുടങ്ങിയാലോ? ഒന്നാമത്തത്, പൊതുവ്യത്യാസം 7 ആയ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് 98. ഈ ശ്രേണിയിൽ 2016 ഒരു പദമാകുമോ? എന്തുകൊണ്ട്? പൊതുവ്യത്യാസം 7 ആയ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് 98. ഈ ശ്രേണിയിൽ 2016 ഒരു പദമാകുമോ? എന്തുകൊണ്ട്? എങ്ങനെ ചെയ്യും? ഇതില് 2 ക്ലൂ തന്നിട്ടുണ്ട് അല്ലെ. ഒന്ന്, അതിന്റെ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട്. എത്രയാ? 7. പിന്നെ അതിലെ ഒരു പദവും കൂടി തന്നിട്ടുണ്ട് അല്ലെ. എത്രയാ? 98. ഇതൊരു പദമാണ്. പദം 98. നമ്മുടെ മുമ്പിലെ ചോദ്യം എന്താണ്? 2016 എന്ന ഈ സംഖ്യ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാകുമോ? അത്രയേ ഉള്ളൂ. എന്താ ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ എന്താ വഴി? സിമ്പിൾ അല്ലേ? എന്താ? 2016 നിന്ന് ഈ ഒരു പദം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കുറക്കുന്നു. കുറച്ചാൽ കിട്ടും. 8നോട് 8 കൂട്ടിയാൽ 16, 10നോട് 1 കൂട്ടിയാൽ ഇവിടെ 1നോട് 9 കൂട്ടിയാൽ 1918 കിട്ടും. 2016 നിന്ന് 98 കുറച്ചാൽ കിട്ടുന്നത് 1918 കിട്ടി. ഇതിലെ പൊതു വ്യത്യാസം എന്താ? 7. ആ 7 കൊണ്ട് ഇതിനെ ഹരിച്ചു നോക്കുക. 19 2 പ്രാവശ്യം 14, 51 7 49, ബാക്കി 2 28, 4 274 കിട്ടും. ശിഷ്ടമുണ്ടോ? ഇല്ല. 1918-നെ 7 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് 2016 ഈ സമാന്തര ശ്രേണിയിലെ മറ്റൊരു പദം തന്നെയാണ്. എന്താ ചെയ്തത്? 2016 നിന്ന് 98 കുറച്ചു. ആ കുറച്ച് കിട്ടിയതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു. നിശേഷം അടങ്ങുമോ എന്ന് നോക്കി. അടങ്ങുമെന്ന് മനസ്സിലായി. അടങ്ങുമെങ്കിൽ 2016 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണെന്ന് നാം ഇതാ പ്രഖ്യാപിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? തുക എന്ത്? എങ്ങനെ കാണും? സൂത്രവാക്യം ഉണ്ടല്ലോ. എന്താ സൂത്രവാക്യം? S സമം n/2 ഇൻറ്റു x1 ഒന്നാം പദം അവസാന പദം. മനക്കണക്കായി ചെയ്യാവുന്ന ഒരു ചോദ്യമാണത്. ഇങ്ങനെ എഴുതി കൂട്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 മുതൽക്ക് 20 വരെയുള്ള 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ്. അപ്പൊ n/2 എന്നത് മൊത്തം എത്ര എണ്ണൽ സംഖ്യയുണ്ട്? 20. അപ്പൊ 20 2 എത്രയാ? 10 കുളിക്കണം. ആദ്യ പദം 1 മുതൽ, അപ്പൊ 1, 20 വരെ അവസാന പദം 20. 1 + 20 21. 210 ആണ് ഇതിന്റെ ഉത്തരം. ഒരുപാട് സമയം എടുക്കരുത് ഈ കണക്ക് ചെയ്യാൻ. 1-2 സെക്കൻഡ് മാത്രം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3/2, 5/3, 11/6 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങളായാൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏത്? അതാണ് പൂർണ്ണസംഖ്യാ പദം. ചോദ്യം കൊണ്ട് വായിക്കാം. 3/2, 5/3, 11/6 എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ 3 പദങ്ങളായാൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യാ പദം ഏത്? അപ്പൊ ഇതാണ് ശ്രേണി. 3/2, 5/3,
11/6 ഇങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി. ഇതെല്ലാം എഴുതിയൊക്കെ എന്താ ഭിന്നസംഖ്യകളാണ്. ഇതിലെ ഒരു പൂർണ്ണസംഖ്യ വരുന്നത്, ആദ്യത്തെ പൂർണ്ണസംഖ്യ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതെങ്ങനെ കാണും? ഇതിന് നമുക്കൊരു പൊതുഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഖ്യകളൊന്ന് മാറ്റി എഴുതുക. 3/2നെയും 5/3നെയും 11/6നെയും ഒരു പൊതുഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ സംഖ്യകൾ മാറ്റി എഴുതുക. ഇതിലെ ഛേദം എടുക്കുക 2, 3, 6. അതിൽ പൊതുഛേദമാകാൻ സാധ്യതയുള്ളത് ഏതാ? 6. കാരണം 6 അടങ്ങും, 3 അടങ്ങും, 2 അടങ്ങും. അല്ലെങ്കിൽ ചുരുക്കി ഈ 3ന്റെയും ലസാഗു 6ആണ്. അതുകൊണ്ട് പൊതുഛേദമായിട്ട് 6 എടുക്കുമ്പം 3/2 എന്താകും? നമ്മൾ പൊതുഛേദമായി 6 എടുത്തു. അതായത് എല്ലാത്തിന്റെയും ഛേദം 6ആണ്. അതിലെ അംശമാണ് കണ്ടുപിടിക്കേണ്ടത്. 2നെ എത്ര ഗുണിച്ചാൽ 6 കിട്ടുക? 3. അപ്പൊ നമ്മള് ഈ 3നെ അംശത്തെ ഗുണിക്കണം. എത്ര വരും? 9/6. അതായത് 3/2 എന്നതിന് പകരം 9/6 എന്ന് എഴുതാം. അതേപോലെ 5/3, 3ന്റെ 2 മടങ്ങാണല്ലോ 6. അതാണ് ഇത്. ഇപ്പൊ 5ന്റെ 2 മടങ്ങ് 10. ഇവിടെ പിന്നെ 11/6 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ശ്രേണി പോകുന്നുണ്ടല്ലേ? 9/6, 10/6, 11/6. ഇതേ രീതിയിൽ പോവാണെങ്കിൽ അടുത്ത പദം എന്താ? 12/6. 12/6 എന്ന് പറഞ്ഞാൽ അതൊരു പൂർണ്ണസംഖ്യയാണ് അല്ലേ? എത്രയാ? 12നെ 6 ഹരിച്ചാൽ ഇത് കിട്ടും 2. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതാം. 3/2 എന്ന ആദ്യ പദം, 5/3 എന്ന അടുത്ത പദം, 11/6 എന്ന മൂന്നാമത്തെ പദം, അടുത്തെന്താ വരുന്നത്? 2 എന്ന ഒരു പൂർണ്ണസംഖ്യ. അപ്പൊ 2ആണ് അതിന്റെ ഉത്തരം. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം എന്നിങ്ങനെ വശങ്ങളുടെ എണ്ണം 1 വീതം കൂടി വരുന്ന ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം. ഓരോ ചിത്രത്തിലെയും കോണുകളുടെ തുകയുടെ ശ്രേണി എഴുതുക. ഓരോ ചിത്രത്തിലും വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണത്തിന്റെ ശ്രേണി എഴുതുക. മുകളിൽ എഴുതിയ 2 ശ്രേണിയുടെയും ബീജഗണിത രൂപം എഴുതുക. അപ്പോ ഇവിടെ 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം. എന്തൊക്കെയാ വേണ്ടത്? ആദ്യം ഒന്നാമത്തെ എന്താ? എ. ഓരോ ചിത്രത്തിലെയും കോണുകളുടെ തുകയുടെ ശ്രേണി എഴുതുക. സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിന്റെ ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇവയുടെ കോണുകൾ. ത്രികോണത്തിന്റെ ആകെ കോണുകൾ എത്രയാണ്? 180. അടുത്തത് ചതുർഭുജം അല്ലെ ചതുരം എന്തായാലും 360, 540, 720 ഇങ്ങനെ. എന്താണ്? അതിലെ ഓരോ രൂപത്തിന്റെയും ആകെ കോണുകളുടെ അളവുകളാണ്. അതിന്റെ ആകെ തുക, കോണുകളുടെ ആകെ തുക. അതാണ് ത്രികോണത്തിന്റെ 150, ചതുരം 360, പഞ്ചഭുജം 540, ഷഡ്ഭുജം 720. ആ ക്രമത്തിലാണ് പോകുന്നത്. അത് അറിയാം. അതാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. ചോദ്യം അതാണ്. രണ്ടാമത്തെ എന്താ? ഓരോ ചിത്രത്തിലെയും വരക്കാവുന്ന വികരണങ്ങളുടെ എണ്ണത്തിന്റെ ശ്രേണി എഴുതുക. അതാണ് രണ്ടാമത്തെ ചോദ്യം. വികരണം എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ? ഇതാ ത്രികോണത്തിലെ എത്ര വികരണമുണ്ട്? അതായത് ഇതിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റുള്ള മൂലകളിലേക്ക് വരക്കാവുന്നതാണ്, വശങ്ങളല്ലാത്തത്. അതിപ്പോ ഇതിൽ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ 0ആണ്. ചതുരമാണെങ്കിലോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരയ്ക്കാം. അപ്പൊ 2 ഉണ്ട്. പഞ്ചഭുജം ആണെങ്കിലോ നമുക്കൊന്ന് വരച്ചു നോക്കാം. പഞ്ചഭുജം ഇതിനകത്ത് എത്ര വികരണങ്ങൾ വരയ്ക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടുന്ന് വരയ്ക്കാം. ആദ്യം ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു, ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ചു. ഇപ്പൊ എത്രയായി? 2. ഇനി ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വരച്ചു, 3. ഒന്ന് ഇവിടെ നിന്ന് വരച്ചു, 4. ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കാം. കഴിഞ്ഞു.
അത്രേ വരയ്ക്കാൻ പറ്റും. അപ്പൊ 5 ആണ്. പഞ്ചഭുജത്തിന് വരക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്രയാണ്? 5. ഇനി ഷഡ്ഭുജമുണ്ട്. ഷഡ്ഭുജം അത് വരക്കാം. എത്ര വികരണങ്ങൾ നോക്കാം. നമുക്ക് ഇവിടുന്ന് തുടങ്ങുന്നു. ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പം 1 ഇവിടേക്ക്, 1 ഇവിടേക്ക്, 2, 1 ഇവിടേക്ക്, 3. ഇനി ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് 4, 5, 6. ലേശം വളവിലുണ്ട്, ശ്രദ്ധിക്കണ്ട. 6 കഴിഞ്ഞില്ലേ? ഇനി ഇവിടുന്ന് തുടങ്ങാം. 7, 8 വികരണമായി. ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് വരയ്ക്കാം. 9 ആയി. ഇവിടെ നിന്ന് എല്ലാത്തിനും വരച്ചു, ഇവിടെ നിന്ന് എല്ലാത്തിനും വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ മൊത്തം വികരണമായി. എത്ര കിട്ടി? 9. അപ്പം ഷഡ്ഭുജത്തിന്റെ വികരണങ്ങളുടെ എണ്ണം 9. 0, 2, 5, 9 ഇങ്ങനെ പോകും. ഇതാണ് അതിന്റെ ശ്രേണി. ഓക്കെ. അപ്പൊ ആദ്യത്തെ 2 ചോദ്യത്തിന്റെ ഉത്തരമായി. ഒന്നാമത്തത് കോണുകളുടെ തുക, രണ്ടാമത്തത് അതിലെ വികരണങ്ങളുടെ എണ്ണം, അതിന്റെ ശ്രേണി. മൂന്നാമത്തെ ചോദ്യം എന്താ? മുകളിൽ എഴുതിയ 2 ശ്രേണിയുടെയും ബീജഗണിത രൂപം എഴുതണം. ഇതിന്റെയും ഇതിന്റെയും. അതിന് ഒന്നാമത്തെ ബീജഗണിത രൂപം എങ്ങനെയാ പോകുന്നത്? ഇത് ഒന്നാമത്തെ 150, രണ്ടാമത്തെ 360, മൂന്നാമത്തെ 540. അപ്പൊ എങ്ങനെയാ വരുന്നത്? 150, 150 കൂട്ടില്ലേ? അപ്പൊ ഒന്നാമത്തേതാകുമ്പോ 1 ഗുണിക്കണം 150, രണ്ടാമത്തേതാകുമ്പം 2 ഗുണിക്കണം 150. അപ്പൊ എത്ര? ഇതിന്റെ ആ ക്രമത്തിനനുസരിച്ച് പോകുന്നത് അല്ലേ? എങ്ങനെ എഴുതും? 180 n. ഒന്നാമത്തെ രൂപമാണെങ്കിൽ 1 ഗുണിക്കണം 150, രണ്ടാമത്തെ രൂപമാണെങ്കിൽ 2 ഗുണിക്കണം 150, മൂന്നാമത്തെ രൂപമാണെങ്കിൽ 3 ഗുണിക്കണം 150, നാലാമത്തെ രൂപമാണെങ്കിൽ 4 ഗുണിക്കണം 150. അതാണ് അതിന്റെ ബീജഗണിത രൂപം. ഇനി അതിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ വികരണങ്ങളുടെ എണ്ണത്തിന്റെ ശ്രേണി ഉണ്ടല്ലോ, ഇതിന്റെയും കൂടി ബീജഗണിത രൂപം എഴുതണം. അത് ഞാൻ നിങ്ങളോട് സിമ്പിളായിട്ട് പറയണം. ഈ ഒറ്റ നോട്ടത്തിന് നമുക്ക് ഇവ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട് അല്ലെ? ഇതിപ്പോ 3 വശമുള്ള ത്രികോണത്തിനാണ് വികരണം 0, 4 വശമാണെങ്കിൽ 2, 5 വശമാണെങ്കിൽ 5 തന്നെ, 6 വശമാണെങ്കിൽ 9, അങ്ങനെയാണ് പോകുന്നത്. അപ്പോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: n × n-3/2. ഇതാണ് ഏതൊരു രൂപത്തിന്റെയും വികരണങ്ങളുടെ എണ്ണം കാണാനുള്ള അതിന്റെ ബീജഗണിത രൂപം. ഇപ്പൊ ഉദാഹരണത്തിന് 3 വശമുള്ള ഒരു രൂപ, അതായത് ത്രികോണം. അപ്പൊ 3 ഗുണിക്കണം 3 - 3 എത്രയാ? 0. 0 ഗുണിക്കണം 3, 0. 0/2 0 തന്നെ. അപ്പൊ അത് ശരിയായി. ഇനി എന്നിന് പകരം 4 ആണെങ്കിലോ? 4 എന്നിന് പകരം 4 വശമുള്ളതാണെങ്കിൽ എന്താ വരിക? 4 ഗുണിക്കണം 4 - 3/2. 4 - 3 എത്രയാ? 1. 1 ഗുണിക്കണം 4, 4. 4/2 2. അത് ശരി. ഇനി എന്നിന് പകരം 5 ആണെങ്കിലോ? 5 ഗുണിക്കണം 5 - 3/2. 5 - 3 എത്രയാ? 2. 2/2 എത്രയാ? 1. 1 ഗുണിക്കണം 5 എത്രയാ? 5. അപ്പൊ 5 ശരിയായി. ഇനി ഇവിടെ ഒന്നുകൂടി തന്നിട്ടുണ്ട് അല്ലെ? 6. അപ്പൊ എന്നിന്റെ വില 6 ആണെങ്കിൽ എന്താ വരിക? n 6 ഗുണിക്കണം 6 - 3/2. 6 - 3 എത്രയാ? 3. 3 ഗുണിക്കണം 6 എത്രയാ? 18. 18 2 ഹരിച്ചത് എത്രയാ? 9. അപ്പൊ അതിന്റെ ബീജഗണിത രൂപം കിട്ടിയല്ലോ. അത് ഓർമ്മിച്ച് വെക്കുക. എന്താ അത്? n × n-3/2. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. 3, 7, 11 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പാറ്റേൺ ചുവടെ തന്നിരിക്കുന്നു.
3, 7, 11 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പാറ്റേൺ ചുവടെ തന്നിരിക്കുന്നു. 3, 7, 11, 15, 19, 23, 27, 31, 35, 39. ഒന്നുകൂടി ശ്രദ്ധിക്കണം ഈ പാറ്റേൺ. ഇതിലിവിടെ ഒന്നാമത്തത് 3, ചുവടെ 7, 11, പിന്നീട് 15, 19, 23, 27, 31, 35, 39. ചോദ്യം എന്താ? അടുത്ത 2 വരികൾ എഴുതുക. ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താ? 15-ാം വരിയിലെ അവസാന സംഖ്യ ഈ സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ്? അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് 15-ാം വരിയിലെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കാണുക. അപ്പൊ ഇതിൽ നമുക്ക് ആ ശ്രേണി ഞാൻ എഴുതാം പാറ്റേൺ ആയി തന്നെ. 3, 7, 11, 15, 19, 23. 27, 31, 35, 39. ഇതില് ഒന്നാമത്തെ ചോദ്യം മനസ്സിലായില്ലേ? അടുത്ത 2 വരി. ഇവിടെ ഇപ്പൊ 1, 2, 3, 4 വരിയുണ്ട്. അടുത്ത വരി, അതായത് 5-ാമത്തെ വരിയും 6-ാമത്തെ വരി എഴുതണം. ഈ പാറ്റേണിലെ വരികളുടെ പ്രത്യേകത എന്താ? വരികളിലുള്ള പദങ്ങളുടെ എണ്ണത്തിന്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4. അപ്പൊ 5-ാമത്തെ വരിയിൽ 5 ഉണ്ടാവും. എങ്ങനെ പോകുന്നത്? 3, 4, 7, 4, 11, അങ്ങനെ 4 അല്ലെ? ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതിലെ പൊതുവ്യത്യാസം എത്രയാ? 4. അങ്ങനെയാണ് ഈ ശ്രേണിയും ഈ പാറ്റേണും പോകുന്നത്. അപ്പൊ 5-ാമത്തെ വരിയിൽ നമുക്ക് 5 പദങ്ങൾ വേണം. പക്ഷെ അവ തമ്മിലുള്ള പൊതുവ്യത്യാസം 4 ആണ്. 39 കഴിഞ്ഞാല് 43, 47, 51, 55. ഇനിയോ ഒരു പദം കൂടി ഇതിൽ വേണം. 5-ാമത്തെ വരിയിൽ 5. അടുത്തതോ 6-ാമത്തെ വരിയാണ്. അപ്പോ 6 പദങ്ങൾ വേണം. 59 കഴിഞ്ഞാല് 63, 67, 71, 75, 79, 83. 1, 2, 3, 4, 5, 6 പദങ്ങളായി. ക്ലിയർ? രണ്ടാമത്തെ എന്താ? 15-ാം വരിയിലെ അവസാന സംഖ്യ ഈ സമാന്തര ശ്രേണിയിലെ എത്ര പദമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സമാന്തര ശ്രേണിയിലെ 15 വരികളിൽ ആകെ എത്ര പദങ്ങളുണ്ട്? പദങ്ങളുടെ എണ്ണാണ് കാണേണ്ടത്. പദങ്ങളുടെ എണ്ണം കാണാൻ എന്താ വഴി? അതിനാകെ 15 വരികളുള്ളത്. അപ്പോ 15/2, അതായത് n എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. 15/2 ഇൻറ്റു 1 പ്ലസ് 15 സമം 15/2 ഇൻറ്റു 1, 5, 16. 16 2 ഹരിച്ചാൽ 8, 8, 15, 120 പദങ്ങളാണ് ഈ സമാന്തര ശ്രേണിയിലെ ഈ പാറ്റേണിലെ 15 വരികളിലായി ആകെയുള്ളത്. അതാണ് രണ്ടാമത്തെ ചോദ്യം. ഉത്തരം കിട്ടി 120. മൂന്നാമത്തെ ചോദ്യം എന്താ? 15-ാം വരിയിലെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയും കാണുക. നമുക്ക് ആദ്യം അവസാന സംഖ്യ കാണാം. അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദ? 120-ാമത്തെ പദ. 120-ാമത്തെ പദം കാണണം. 120-ാമത്തെ പദം കാണാൻ എന്താ വഴി? f plus n-1 into d. f ആദ്യ പദം എത്രയാ? 3 പ്ലസ് 120-ാമത്തെ പദം 120 മൈനസ് 1 119 ഗുണിക്കണം d 4 സമം 3 പ്ലസ് 476 479 ആണ് 120-ാമത്തെ പദം അല്ലെങ്കിൽ 15-ാം വരിയിലെ അവസാനത്തെ സംഖ്യ 479. ഓക്കെ, ഇനി എന്താ? 15-ാം വരിയിലെ ആദ്യ സംഖ്യ കാണണം. ആദ്യ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? 120-ാമത്തെ പദമാണ് ഇത് 479. 15-ാമത്തെ വരിയില് ആകെ എത്ര പദങ്ങളുണ്ട്?
15 എണ്ണമുണ്ട്. അപ്പം 120ാമത്തെ പദം നമുക്ക് കിട്ടി. ഇനി എത്രാമത്തെ പദമാണ്? അതായത് 15ാം വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? ഇതിൽ നിന്ന് 14 പദം കുറച്ചാൽ മതി. 479 നിന്ന് 14 പദം. 14 പദം എന്ന് പറഞ്ഞാൽ എന്താ? 14 ഗുണിക്കണം അതിന്റെ പൊതു വ്യത്യാസം 56 കുറച്ചാൽ മതി. അത് കുറച്ച് എത്ര വരും? 423. ഇതാണ് 15ാം വരിയിലെ ആദ്യത്തെ പദം 423. അവസാന പദം 479. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3 - 5n ആയാൽ ഒന്നാമത്തത് പൊതുവ്യത്യാസം എന്ത്? ആദ്യ പദം എന്ത്? ശ്രേണി രൂപീകരിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3 - 5n ആയാൽ പൊതുവ്യത്യാസം എന്ത്? ആദ്യ പദം എന്ത്? ശ്രേണി രൂപീകരിക്കുക. ബീജഗണിത രൂപം 3 - 5n. ഒന്നാമത്തെ ചോദ്യം എന്താ? പൊതുവ്യത്യാസം എന്ത്? ഇങ്ങനെ ഒരു ബീജഗണിത രൂപം കിട്ടിയാൽ അതിലെ പൊതുവ്യത്യാസം കാണാൻ എന്താ വഴി? വളരെ സിമ്പിൾ അല്ലേ? എന്നിന്റെ വില എത്രയാ? -5. അതായത് ഇതിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -5. അതിന് വേറെ നമ്മൾ കണക്കൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്നിന്റെ വില നോക്കിയാൽ മതി -5. അപ്പൊ പൊതുവ്യത്യാസം -5. ക്ലിയർ? അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ആദ്യ പദം കാണുക. ആദ്യ പദം കാണാൻ എന്താ വഴി? എന്നിന് 1 കൊടുക്കുക. ആദ്യ പദം ഒന്നാമത്തെ പദം. അപ്പൊ എന്നിന് 1 കൊടുക്കുക. 3 - 5 ഗുണിക്കണം 1 സമം 3 - 5 എത്രയാ? -2 ആണ് ആദ്യ പദം. പൊതുവ്യത്യാസം കിട്ടി, ആദ്യ പദം കിട്ടി. അടുത്തെന്താ? ശ്രേണി രൂപീകരിക്കുക. ആദ്യ പദം -2, പൊതുവ്യത്യാസം -5. അതേ കൂടെ കൂട്ടിയാൽ -7, വീണ്ടും -5 കൂട്ടിയാൽ -12. ഇങ്ങനെ. ഇതാണ് ഈ ചോദ്യത്തിലെ സമാന്തര ശ്രേണി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 7n + 3 ആകുന്നു. ഒന്നാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര? അടുത്തത്, 100നും 300നും ഇടയിൽ വരുന്ന എത്ര എണ്ണൽ സംഖ്യകൾ ഈ ശ്രേണിയിലെ പദങ്ങളാണ്? ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? 7n + 3. n എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ പദങ്ങളുടെ എണ്ണമാണ്. 7 ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. അതിന്റെ കൂടെ 3 കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 7 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 3 ശിഷ്ടം വരും. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഈ ബീജഗണിത രൂപത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് ശിഷ്ടം 3 ആണ്. അപ്പൊ ഒരു സംശയം വരും അല്ലെ? അങ്ങനെയാണോ? നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പദം എന്താ? എന്നിന് 1 കൊടുക്കുക. 1 7 7 3 10. രണ്ടാമത്തെ പദം ഇതിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 7 കൂട്ടിയാൽ മതി. പൊതുവ്യത്യാസം 17. അടുത്തത് 24. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി 10നെ 7 കൊണ്ട് ഹരിച്ചാലോ? 1 ശിഷ്ടം 3. 17 ഹരിച്ചാലോ? 7 കൊണ്ട് ഹരിച്ചാലോ? 2 ശിഷ്ടം 3. 24 ഹരിച്ചാലോ? 3 ശിഷ്ടം 3. ഹരണഫലം 3 ശിഷ്ടം 3. അങ്ങനെ എല്ലാം 3 തന്നെ കിട്ടും. ഇത് മാത്രം നോക്കിയാൽ മതി. ഈ പ്രത്യേകം എടുത്തു വെച്ച സംഖ്യ നോക്കിയാൽ മതി. അതായിരിക്കും അതിന്റെ ശിഷ്ടം. ക്ലിയർ? അടുത്ത ചോദ്യം എന്താ? 100നും 300നും ഇടയിൽ വരുന്ന എത്ര എണ്ണൽ സംഖ്യകൾ ഈ ശ്രേണിയിലെ പദങ്ങളാണ്? അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ആദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണുമ്പോൾ ആദ്യം എന്താ വേണ്ടത്? ആദ്യ പദം വേണം, അവസാന പദം വേണം. ആദ്യ പദം എങ്ങനെ കിട്ടും? നമ്മൾ മനസ്സിൽ ഗുണിച്ച് നോക്കണം. അതെങ്ങനെ ഗുണിക്കുക? 10 7 70, 11 77, 12 84, 13 91, 16 98. അപ്പൊ 100ന്റെ അടുത്തെത്തി.
14 7 98. അതിന്റെ കൂടെ ഇതും കൂടെ കൂട്ടാം 3. 101 ആദ്യ പദം. ഈ പ്രത്യേകത 7n+3 എന്ന ഈ ബീജഗണിത രൂപത്തിലെ ആദ്യ സംഖ്യ കിട്ടി 101. ഇനി അവസാന സംഖ്യ എങ്ങനെ കിട്ടും? 101ന്റെ കൂടെ 7 70 എത്രയാ? 171. പിന്നെയും 7 70 എത്രയാ? 241. നമുക്ക് 300 തൊട്ട് താഴെയാ. ഇനി ഇതിന്റെ കൂടെ കൂട്ടാൻ എന്താ? 7 7 49 കൂട്ടിയാല് 49 90 വരും. 8 7 56 കൂട്ടിയാലോ 297. ഇതാണ് അവസാന സംഖ്യ. ആദ്യ സംഖ്യ, അവസാന സംഖ്യ. ഇനി എങ്ങനെ കാണും? 297 നിന്ന് അവസാന സംഖ്യയിൽ നിന്ന് 101 കുറക്കുന്നു. കുറച്ചാൽ 6 9 1 196 കിട്ടും. 196നെ 7 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടും? 2 7 14 56 8. 28 പ്ലസ് 1 കൂടെ കൂട്ടണം. എത്ര വരും? 29 ആണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പൊതുവ്യത്യാസം 8 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 82 ആണ്. എത്രാം പദമാണ് 250? പൊതുവ്യത്യാസം 8 ആയ ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 82 ആണ്. എത്രാം പദമാണ് 250? ഇതാണ് ചോദ്യം. അപ്പൊ ഇതില് പൊതുവ്യത്യാസം 8 ആണ്. പിന്നെ 10ാം പദം x10 എത്രയാണ്? 82. എത്രാം പദമാണ് 250? ഇതാണ് ഇത് xn 250. ഇതിൽ n ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണം. എന്താ വഴി? സിമ്പിൾ ആണ്. 250 നിന്ന് 82 കുറക്കുക. എത്ര കിട്ടും? 168. ആ 168നെ എന്ത് ചെയ്യാം? 8 കൊണ്ട് ഹരിക്കാം. പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കാം. അപ്പൊ എത്ര കിട്ടും? 21. അതായത് 82ഉം 250ഉം തമ്മില് 21 പദങ്ങളുടെ വ്യത്യാസമുണ്ട്. 82ഉം 250ഉം തമ്മില് എത്ര പദങ്ങളുടെ വ്യത്യാസമുണ്ട്? 21 പദങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇത് എത്രാമത്തെ പദമാണ്? 82 x 10ാമത്തെ പദമാണ്. അപ്പം 250 എത്രാമത്തെ പദമാണ്? അതിന്റെ കൂടെ 10 കൂട്ടിയാൽ മതി. എന്ത് വരും? 31ാമത്തെ പദമാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായി ചെയ്യാവുന്നതാണ്. ചോദ്യം കണ്ട് ആരും ബേജാറായി പോകരുത്. അടുത്ത ചോദ്യത്തിലേക്ക്. പൊതുവ്യത്യാസം 2 ആയ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണ് 45. ഇതിൽ ഏതെങ്കിലും 17 പദങ്ങളുടെ തുക 2018 ആകുമോ? എന്തുകൊണ്ട്? കേൾക്കുമ്പോ വളരെ വിഷമം പിടിച്ച ചോദ്യമാണ്. പക്ഷെ നമ്മുടെ യുക്തി ലേശം പ്രയോഗിച്ചാല് ഇത് വളരെ സിമ്പിളാണ്. അതെന്താ വെച്ചാല് പൊതുവ്യത്യാസം 2 ആണ്. ഇതിലെ ഒരു പദമാണ് 45 എന്ന് പറഞ്ഞാൽ ഈ പദങ്ങളൊക്കെ എന്ത് സംഖ്യകളാണ്? മുഴുവനും ഒറ്റ സംഖ്യകളാണ്. 45 കൂടെ 2 കൂട്ടിയാൽ 47, പിന്നെയും 2 കൂട്ടിയാൽ 49, പിന്നെയും കൂട്ടിയാൽ 51 53 ഇങ്ങനെ പോകുന്ന എല്ലാം ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളുടെ തുക അതിന്റെ എണ്ണം ഒറ്റയാണെങ്കിൽ ഒരിക്കലും ഒരു ഇരട്ട സംഖ്യ കിട്ടൂല. മനസ്സിലായില്ല? ഇപ്പോ 3 5 7 ഇത് 3ഉം ഒറ്റ സംഖ്യകളാണ്. ഇവിടെ തുക എത്രയാണ്? 15 ഒരു ഒറ്റ സംഖ്യ. എന്നാൽ 3 5 മാത്രം എടുക്കുകയാണെങ്കിലോ 8 അത് ഇരട്ട സംഖ്യ. 3 7 എടുത്താലോ 10 ഇരട്ട സംഖ്യ. 5 7 എടുത്താലോ 10 12 ഇരട്ട സംഖ്യയാണ്. ഒറ്റ സംഖ്യകളുടെ പദങ്ങളുടെ എണ്ണം ഒറ്റയാണെങ്കിൽ തുക ഒറ്റയായിരിക്കും, ഇരട്ടയാണെങ്കിൽ തുക ഇരട്ടയായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2018 ആണ്. അതെന്ത്? ഇരട്ട സംഖ്യയാണ്. പദങ്ങളുടെ എണ്ണം ചോദിച്ചത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് 2018 ഈ സമാന്തര ശ്രേണിയിലെ പദമല്ല. ഓക്കെ, 10ാമത്തെ ലാസ്റ്റ് ചോദ്യം. ഒരു സമാന്തര ശ്രേണിയുടെ 23ാം പദം 32ഉം 35ാം പദം 104ഉം ആയാൽ
ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ആദ്യത്തെ 35 പദങ്ങളുടെ മധ്യപദം എന്താണ്? ആദ്യത്തെ 35 പദങ്ങളുടെ തുക എത്ര? ഒന്നുകൂടി പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ 23-ാം പദം 32-ഉം 35-ാം പദം 104-ഉം ആയാൽ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താണ്? ആദ്യത്തെ 35 പദങ്ങളുടെ മധ്യപദം എന്താണ്? ആദ്യത്തെ 35 പദങ്ങളുടെ തുക എന്താണ്? അപ്പോ ശ്രേണിയുടെ 23-ാം പദം 32. 32 എന്ന് പറയുന്നത് 23-ാം പദമാണ്. പിന്നെയോ 35-ാം പദം 104. 35-ാം പദം. പൊതുവ്യത്യാസം എങ്ങനെ കാണും? ഡി എങ്ങനെ കാണും? 104-ൽ നിന്ന് 32 കുറക്കുക, എത്ര കിട്ടും? 72. അതിനെ 35-ൽ നിന്ന് 23 കുറക്കുക, പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 12. 72 ഹരിക്കണം 12 എത്രയാ? 6 ഇതിന്റെ പൊതുവ്യത്യാസം. ആദ്യം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നു 72, പിന്നീട് പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നു 12, എന്നിട്ട് ആ 72-നെ 12 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് പൊതുവ്യത്യാസം. ഡി സമം 6. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായല്ലോ. അടുത്തെന്താ? ആദ്യത്തെ 35 പദങ്ങളുടെ മധ്യപദം. ആദ്യത്തെ 35 പദങ്ങളുടെ മധ്യപദം എന്ന് പറയുമ്പോൾ 35 പദങ്ങളാണ്. 35 പദങ്ങളുടെ മധ്യപദം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പദ? മധ്യപദം 35 പദങ്ങളാകുമ്പോ 18-ാമത്തെ പദമാണ് അല്ലേ? ആ 18-ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 18-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ x18 ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ എന്താ വഴി? 23-ാമത്തെ പദം തന്നിട്ടുണ്ട് 32. അത് 23-ാമത്തെ പദമാണ്. ചോദിച്ചിരിക്കുന്നത് എന്താ? 18-ാമത്തെ പദമാണ്. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. 5 എന്ന് പറയുമ്പോൾ പൊതുവ്യത്യാസം എത്രയാ? 6. 5 6 30 ഇതിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് 18-ാമത്തെ പദം. എത്രയാണ്? 2. ഈ 2 എങ്ങനെ കിട്ടിയത് മനസ്സിലായല്ലോ. 23-ാമത്തെ പദമാണ് 32. ചോദിച്ചിരിക്കുന്നത് എന്താ? 18-ാമത്തെ പദം. അപ്പം 23-ൽ നിന്ന് 5 പദങ്ങൾ കുറച്ചാൽ 18-ാമത്തെ പദം കിട്ടും. അതായത് 5 പൊതുവ്യത്യാസം കുറച്ചാൽ മതി. 5 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 6ആണ്. 5 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 30ആണ്. 32-ൽ നിന്ന് 30 കുറച്ചാൽ കിട്ടുന്നതാണ് 18-ാമത്തെ പദം. കിട്ടിയല്ലോ. ഓക്കെ. അടുത്തെന്താ? ആദ്യത്തെ 35 പദങ്ങളുടെ തുകയാണ് കാണുന്നത്. ഒരു എളുപ്പവഴിയിലെ ഒരു ശ്രേണി, ആ ശ്രേണിയുടെ മധ്യപദത്തെ ആ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ അതിലെ തുക കിട്ടും എന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചാലേ അല്ലേ? അപ്പം ഇതെത്രയാ? 2 മധ്യപദം. 18-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ മധ്യപദം. അതിന് ആകെ എത്ര പദങ്ങളാണത്? 35. എത്രയാ? 70. ഇതിന്റെ 3-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഈ പാഠഭാഗം ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കി. അതിലെ ആശയങ്ങളും അതിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരം കാണാനുള്ള വഴിയും, അതോടൊപ്പം തന്നെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു 10 ചോദ്യവും അതിന്റെ ഉത്തരം കാണാനുള്ള വഴിയുമാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. എല്ലാവർക്കും ഈ പാഠഭാഗം കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.